ജനസംഘവുമായി സഖ്യം ചേർന്നിട്ടുണ്ടെന്ന് CPM-ന്റെ ചരിത്രരേഖയിലുണ്ടെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. എപ്പോഴും യോജിക്കാവുന്ന അവസ്ഥ നിലനിൽക്കുന്നെന്നും ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായിട്ട് CPM സഹകരിച്ചിട്ടുണ്ടെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. എന്നാൽ ജനതാ പാർട്ടിയിൽ RSS സ്വാധീനമുണ്ടെന്ന് വിമർശനം ഉയർന്നപ്പോൾ RSS വോട്ട് വേണ്ട എന്നും പ്രഖ്യാപിച്ചിരുന്നെന്ന് M സ്വരാജ് വ്യക്തമാക്കുന്നു. ഇതവർ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് മുൻപൊക്കെ. അപ്പോൾ ഇനിയും അത്തരം സഖ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ 100% ഉണ്ട്. ആ സാധ്യതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും 977 ഒരുമിച്ച് വോട്ട് പിടിച്ചതല്ലേ അവർ ഒരുമിച്ച്, അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. RSS ജനതാ പാർട്ടി പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് RSSന്റെ വോട്ട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വന്നു. ആ ഘട്ടത്തിലാണ് EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവന വരുന്നത്, RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട. നാളെയാണ് വോട്ടെടുപ്പ് എന്നുള്ളത് മറക്കണ്ട. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. അപ്പോൾ ഈ ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരിലെത്തിക്കാൻ അതിവിപുലമായ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വി ആർ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ്. മറക്കണ്ട.